ന്യൂ ഇയർ റെസൊല്യൂഷൻ ആയിട്ട് ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ലഞ്ചിന് എന്ത് കഴിക്കും എന്നുള്ള ഡൗട്ടിലാണെങ്കിൽ ഒരു തുള്ളി പോലും ഓയിൽ ഒഴിക്കാണ്ട് നമുക്ക് പെട്ടെന്ന് തട്ടിക്കൂട്ടി ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയാലോ? ഒതന്റിക് ആയിട്ടുള്ള ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ നമ്മൾ തലേ ദിവസത്തെ റൈസ് ആണ് എടുക്കുന്നത്. പക്ഷേ നമ്മൾ ഓഫീസിലും സ്കൂളിലും കോളേജിലൊക്കെ പോകുന്ന പിള്ളേരാണെങ്കിൽ തലേ ദിവസത്തെ റൈസ് ഉച്ചയാകുമ്പോഴത്തേക്ക് അത് കേടാകും. അതുകൊണ്ട് നമുക്ക് ഫ്രഷ് കുക്ക് ചെയ്ത റൈസ് തന്നെ നമുക്ക് എടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ പാൻ ചൂടാക്കി അതിലേക്ക് 2 മുട്ട നമുക്ക് പൊട്ടിച്ചൊഴിക്കാം. നിങ്ങൾക്ക് എത്ര മുട്ട വേണമെങ്കിലും ഇതിനകത്ത് ആഡ് ചെയ്യാം. നോൺ സ്റ്റിക് പാൻ ആയതുകൊണ്ട് തന്നെ ഓയിലിന്റെ ആവശ്യം നമുക്ക് ഇവിടെ വരുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ 5 ഗ്രാം കോക്കനട്ട് ഓയിലോ ബട്ടറോ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതൊന്ന് സ്ക്രാമ്പിൾ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വെജിറ്റബിൾസ് ഇതിനകത്ത് ആഡ് ചെയ്യാം. ഒത്തിരി ഒന്നും വേണ്ട, എല്ലാം കൂടെ കൂട്ടി ഒരു 100 ഗ്രാം വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ നല്ലതാവും. ഞാനിവിടെ കുറച്ച് സ്പ്രിംഗ് ഓണിയനും ക്യാരറ്റും ബീൻസുമാണ് എടുത്തേക്കുന്നത്. ഈ ടൈമിൽ നിങ്ങൾക്ക് സീറോ ഷുഗറിന്റെ കെച്ചപ്പോ സോയാ സോസോ ഉപയോഗിക്കാം. ഞാനിവിടെ ഒന്നും ഉപയോഗിക്കുന്നില്ല. ഇവിടെ ഞാൻ കുക്ക് ചെയ്ത് വെച്ച് എന്റെ ഡയറ്റിന് ആവശ്യമായിട്ടുള്ള 250 ഗ്രാം റൈസ് ഞാൻ അതിലേക്ക് തട്ടി. നിങ്ങൾ റൈസ് അളവ് നിങ്ങളുടെ ഡയറ്റിന് എത്രയാണോ അതനുസരിച്ച് എടുത്താൽ മതി. അതെല്ലാം കൂടെ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്യുമ്പം എല്ലാം കൂടെ ഒന്ന് യോജിച്ച് ചേരും. ആൾക്കാർക്ക് അടുത്തുള്ള ഒരു ഡൗട്ടാണ് ചിക്കൻ ബ്രസ്റ്റ് എങ്ങനെയാണ് ജ്യൂസി ആയിട്ട് ഉണ്ടാക്കുന്നത്. ഞാൻ ഇവിടെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ചിക്കൻ ബ്രസ്റ്റ് സോഫ്റ്റ് ആണ്, അതും ജ്യൂസി ആയിട്ട് തന്നെ കുക്കായി വന്നു. ഇതിന്റെ റെസിപ്പി ഞാൻ അടുത്ത ദിവസം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങളുടെ ഡയറ്റിൽ ചിക്കൻ ഉണ്ടെങ്കിൽ ചിക്കൻ ആഡ് ചെയ്യുക, ഇല്ലെങ്കിൽ എഗ്ഗിന്റെ അളവ് കൂട്ടിയാൽ നിങ്ങളുടെ പ്രോട്ടീൻ ഗോൾ നിങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ പറ്റും. ഏറ്റവും അവസാനമാണ് ഞാൻ ഉപ്പ് ചേർക്കുന്നത്. നമ്മുടെ റൈസിനും ചിക്കൻ്റെ എല്ലാം ഉപ്പ് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡീഷണൽ ഉപ്പ് ചേർത്തിട്ട് അതെല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. കുക്കിംഗ് ക്ലാസ്സും ഇതിന്റെ പ്രിപ്പറേഷൻ ഒക്കെ ഇത്രേ ഉള്ളൂ. സീറോയിൽ ഒരു തട്ടിക്കൂട്ട് ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. ആ ഫുഡ് ഒന്ന് കളറാക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ഡെക്കറേറ്റും ചെയ്തു, കുറച്ച് സ്പ്രിംഗ് ഓണിയൻസും അതിന്റെ മേളിലിട്ടു. ഇങ്ങനെയാണ് ഇതിന്റെ ഫൈനൽ ഔട്ട്പുട്ട് ഇരിക്കുന്നത്. ഫ്രൈഡ് റൈസിന്റെ ഒപ്പം ബാക്കി എല്ലാ മീലും പ്രിപ്പയർ ചെയ്തിട്ട് ഞാൻ നേരെ ഓഫീസിലേക്ക് പോയി. ഓഫീസിൽ ചെന്നപ്പോൾ എല്ലാ മാസവും നമുക്ക് വരുന്ന ഡോക്ടർ ചോയ്സിന്റെ ഒരു പാക്കേജ് അവിടെ വന്നിരിപ്പുണ്ടായിരുന്നു. എന്നാൽ പിന്നെ ഈ മാസത്തെ സ്റ്റാക്ക് വെച്ച് നമുക്ക് ഒരു ഗീവ് അവേ നടത്തിയാലോ? നിങ്ങൾക്ക് ആർക്കൊക്കെ ഈ പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിലും അവർ ചെറിയൊരു കമന്റ് ഇട്ടാൽ മതി. കുറച്ചേറെ പേരുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു വീഡിയോ പോലെ ചെയ്യാം. പിന്നെ അതിന്റെ അൺബോക്സിംഗും ഓഫീസിലെ ജോലിയെല്ലാം തീർത്തിട്ട് ഞാൻ നേരെ പ്രീ വർക്കൗട്ടും കഴിച്ചിട്ട് ജിമ്മിലേക്ക് പോയി. ഇന്ന് ഡേ 32 ഓഫ് മൈ ഫസ്റ്റ് മിനി കട്ട് സീരീസ്. ഹാംസ്ട്രിങ്സും ഗ്ലൂട്ട്സും ഫോക്കസ് ചെയ്തുള്ള ലെഗ് വർക്കൗട്ട് ആയിരുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്നെ ഫോളോ ചെയ്യണം തൊട്ട് നിർബന്ധമില്ല. ഒന്നെങ്കിൽ നിങ്ങൾ എന്റെ പേര് ഓർമ്മിച്ചോളൂ, അല്ലെങ്കിൽ വീഡിയോ സേവ് ചെയ്തോളൂ. നിങ്ങൾക്ക് എപ്പോൾ ആവശ്യമുണ്ടെങ്കിലും ഈ വീഡിയോ വന്ന് ചെക്കൗട്ട് ചെയ്യാം. സെറ്റ്സ് ആർ ക്യാപ്ഷൻസ് ഉണ്ട്. വീൽസ് ചെയ്യണം.